ജാനറ്റിന്റെ പുതിയൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 1 ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. സോ ആദ്യം തന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് രണ്ട് അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഒന്നാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ മനോജ് പന്തിനെ ന്യൂസ് ചീഫ് സെക്രട്ടറി ഓഫ് വെസ്റ്റ് ബംഗാൾ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതും ഇഷ്യൂസ് നടക്കുന്നതൊക്കെ നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. മനോജ് പന്തിനെ വെസ്റ്റ് ബംഗാളിലെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മമതാ ബാനർജി ആണ്. അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് CV ആനന്ദ ബോസ് ആണ്. ഈ ന്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഈ ഡേ തന്നെ പഠിക്കാനുണ്ട്. ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് മിസ്റ്റർ ധർമ്മേന്ദ്ര IAS അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ആരാണ് ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്? ധർമ്മേന്ദ്ര IASഉം അതേ കണക്ക് തന്നെ വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? മനോജ് പന്തുമാണ്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫയർ എന്ന് പറയുന്നത് ടെലഗ്രാമിന്റെ ഫൗണ്ടറായ ടൈക്കോൺ പാവൽ ദുറോവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് ഫ്രഞ്ച് അതോറിറ്റിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ അറസ്റ്റ് കുറച്ച് ദിവസം മുന്നേ നടന്നതാണ്. പക്ഷെ ഇപ്പം സ്റ്റിൽ ഇതിനെ പറ്റിയുള്ള ന്യൂസസ് വരുന്നത് കാരണം നമുക്കിതൊന്ന് ഓർത്തിരിക്കാം. സോ ഈ ടെലഗ്രാമിനെ പറ്റി പറയുമ്പോൾ ടെലഗ്രാം എന്ന് പറയുന്നത് ഒരു 2013 വന്ന ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ആണ്. ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിങ് നെറ്റ്വർക്ക് ആണ്. നമുക്കതിനകത്ത് ബാക്കിയുള്ള ആപ്സ് കണക്ക് തന്നെ ടെലിഗ്രാം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് വീഡിയോ കോള് അല്ലാതെ റെക്കോർഡിങ്സ് അങ്ങനെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. അത് ഫൗണ്ട് ചെയ്തത് 2013 അതിന്റെ ആക്ച്വലി അതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേരാണ്, ടൈക്കോൺ പാവൽ ഡുറോവും നിക്കോള ഡുറോവും. ഈ ടൈക്കോൺ പാവൽ ഡുറോവിനെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫ്രഞ്ച് ഗവൺമെന്റ് ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിന്റെ ഫൗണ്ടറും ഇപ്പോഴത്തെ CEOയും അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത്. ദെൻ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ടെലിഗ്രാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ദുബായ് ആണ്. ഇതിന്റെ ഫോളോവേഴ്സ് വെച്ച് 950 ഫോളോവേഴ്സ് ആണ്. നമ്മുടെ ട്വിറ്ററിനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 640 അല്ലെങ്കിൽ 40 മില്യൺ ഫോളോവേഴ്സ് ഒക്കെയാണ് നമ്മുടെ ട്വിറ്ററിനൊക്കെ വന്നിരിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ആപ്പാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഫൗണ്ടറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ് ഡീൽ ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എക്സ് എന്നുള്ള പുതിയ നെറ്റ്വർക്ക്. എക്സ് എന്നുള്ളത് പുതിയ നെറ്റ്വർക്ക് അല്ല, അത് ആക്ച്വലി ഏതാണ് നെറ്റ്വർക്ക്? ട്വിറ്റർ ആണ്. ട്വിറ്ററിന്റെ നെയിം മാറ്റിയിട്ട് എന്താക്കിയതാണ്? എക്സ് ആക്കിയതാണ്. എലോൺ മസ്കിന്റെ എക്സ് എന്ന് പറഞ്ഞ ആപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് ബാൻ ചെയ്തിരിക്കുന്നത് ബ്രസീലാണ്. 1 വീക്കിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 വീക്കാണ് അവർ ബാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഈ പുതിയ എക്സ് എന്നാക്കിയതിന്റെ പേരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലാണ് അത് ബാൻ ചെയ്തിരിക്കുന്നത്. 1 വീക്കാണ് അവർ ബാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാൻ എക്സ്റ്റെൻഡ് ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇലോൺ മസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാം, എന്താണ് CEO ഓഫ് ഏതാണ്? ടെസ്ലയുടെ CEO ആണ്. പിന്നെ ഇലോൺ മസ്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഏതായിരുന്നു? സ്പേസ് എക്സ് അല്ലെ. സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെ ഒക്കെ ഒരു co-founder അല്ലെങ്കിൽ CEO എന്നുള്ള പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. ട്വിറ്ററിന്റെ ഫോളോവേഴ്സിന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എത്ര? 640 മില്യൺ ആണ്. അതിനേക്കാളും ഒരുപാട് കൂടുതലാണ് ടെലിഗ്രാമിലുള്ളത്. സോ ഈ രണ്ട് ന്യൂസസും സോഷ്യൽ മീഡിയസ് ആയതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതായിട്ട് റഷ്യ ഉക്രൈൻ വാർ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒക്കെ വന്നതാണ്. അത് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. അപ്പോൾ റഷ്യ വീണ്ടും യുക്രൈന്റെ ഓരോരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ റീസെന്റ് ന്യൂസിൽ വരുന്നതെന്ന് പറയുന്നത് ഉക്രൈന്റെ ഒരു 4th റീജിയനായ ഡോൺസ്റ്റെക് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ആര് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു? റഷ്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും അത് ഓൾമോസ്റ്റ് റഷ്യയുടെ കയ്യിലായി കഴിഞ്ഞു. പക്ഷേ എന്നാലും ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഉക്രൈന്റെ കയ്യിലാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഡോൺസ്റ്റെക് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഡോൺസ്റ്റെക് എന്ന് പറയുന്ന റീജിയൻ ഏത് കൺട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ന്യൂസസ് നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പേരുകളൊന്നും വിട്ടുപോകരുത്. ഡോൺസ്റ്റെക് എന്ന് പറയുന്നത് ഉക്രൈനിലെ ഒരു പ്ലേസ് ആണ്. ഓക്കെ, അതിപ്പോ സീസ് ചെയ്തേക്കുന്നത് ആരാണ്? റഷ്യയാണ്. ദെൻ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് എതിരായിട്ട്, അല്ലെങ്കിൽ ക്യാൻസർ നമുക്കറിയാം വലിയ മെഡിസിൻസ് ഒന്നും ഇപ്പൊ അവൈലബിൾ അല്ല. കീമോ റേഡിയേഷൻ കണക്കുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും മെഡിസിൻസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ അതിനായിട്ട് IACS അതായത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലെ സയന്റിസ്റ്റ് പുതിയ ഒരു ട്രീറ്റ്മെന്റ് രീതി ഡെവലപ്പ് ചെയ്തെടുത്തു. രീതി മീൻസ് ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ്. അതിന് യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ TOPA1 എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്. ആ എൻസൈം നമ്മുടെ
DNA ഒക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ മാറ്റിയിട്ട് പുതിയ DNA ഫോം ചെയ്യാനും ആ DNAക്കുള്ള എന്താണ് റപ്ചറിങ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഉള്ളൊരു സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു എൻസൈം വെച്ചിട്ടാണ് ഈ ഒരു മെഡിസിൻ വെച്ചിട്ടാണ് അവർ ആ ഒരു പുതിയ ഒരു ടാർജറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതാണ് 6th ന്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ട്. അതായത് ഈ പസഫിക് ഓഷനായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഫോറമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് അതെന്ന് പറയുന്നത്. അതിന്റെ 53rd 53ാമത്തെ മീറ്റിംഗ് ആണ്. അത് നടക്കുന്നത് ടോങ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ പസഫിക് ഐലൻഡ് ഫോറത്തിനെ പറ്റി പറയുവാണെങ്കിൽ 1971 നവംബറിലാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. 1971 നവംബറിൽ ഇത് ഫൗണ്ട് ചെയ്ത ടൈമിൽ ഇതിനകത്തുണ്ടായിരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, കുക്ക് ഐലൻഡ്സ്, ടോങ്കോ, നൗറു, ഫിജി, ന്യൂസിലാൻഡ്, വെസ്റ്റേൺ സമോസ എന്നുള്ളവരായിരുന്നു. ഓസ്ട്രേലിയ, കുക്ക് ഐലൻഡ്സ്, ടോങ്കോ, നൗറു, ഫിജി, ന്യൂസിലാൻഡ്, വെസ്റ്റേൺ സമോസ ഒക്കെ ആയിരുന്നു അതിന്റെ ഫൗണ്ട് ചെയ്ത ടൈമിലെ മെമ്പേഴ്സ്. ഇപ്പം ഈ ഒരു പസഫിക് ഐലൻഡ് ഫോറത്തിന് ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 ഇതിനകത്ത് ചൈന വരുന്നത്. അതിന് തൊട്ട് മുന്നേ USA വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ചൈന ഇപ്പോൾ ഇതിനകത്ത് സർവാധികാരം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ചൈനയ്ക്കും US-നും തമ്മിലുള്ള ഒരു ബോണ്ട് നിലനിർത്തുന്ന ഒരു ഫോറം എന്ന് പറഞ്ഞാൽ ഇതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ ഇൻവേഷൻ ചെയ്യുന്നത് കാരണം നമ്മളത് പഠിച്ചിരിക്കും. ചൈന അതൊരു സ്ട്രോങ് ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പസഫിക് ഐലൻഡ് ഫോറത്തിനകത്ത്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അപ്പൊ ഇതിന്റെ മീറ്റിംഗ് 53ാമത്തെ മീറ്റിംഗ് ആണ്. കിങ്ഡം ഓഫ് ടോങ്കോയിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ന്യൂസ് എന്ന് പറയുന്നത് 2G എത്തനോൾ പ്രൊഡക്ഷൻ ആയിട്ട് പുതിയൊരു പ്ലാന്റ് കൊണ്ടുവരാനായിട്ട് ആര് തീരുമാനിച്ചു? നമ്മുടെ യൂണിയൻ മിനിസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എത്തനോൾ എന്ന് പറയുന്നത് ഒരു വർഷം നമുക്ക് 13.5 ബില്യൺ ലിറ്റേഴ്സ് ഓഫ് എത്തനോൾ ആണ് ആവശ്യം. ഇതില് നമുക്ക് ഇത് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനായിട്ടുള്ള എൻസൈംസിന് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് ഇതിനെ ഇവിടെ ഈ എൻസൈമിനെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇവിടെ ഈ എത്തനോൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഇതിനായിട്ട് 2002 പാറ്റ്നയിൽ 2002 പാറ്റ്നയിൽ ഒരു പ്ലാന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, അതായത് ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അവിടെ പൊല്യൂഷൻ ഒരുപാട് കൂടുതൽ. അങ്ങനെ പൊല്യൂഷൻ ഈ ഒരു ഇൻഡസ്ട്രി വന്നതിന് ശേഷം പൊല്യൂഷന്റെ എമൗണ്ട് കൂടും. നമുക്കറിയാം നോർത്ത് ഡൽഹി സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പൊല്യൂഷനാണ്. അപ്പൊ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബയോടെക്നോളജി യൂസ് ചെയ്ത് എൻസൈം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എൻസൈം പ്ലാന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അതുവഴി നമുക്ക് നമ്മുടെ പെൻസിലിയം ടോണോക്കുലോസം എന്നാണ് എൻസൈമിന്റെ പേര്. ഈ എൻസൈം അല്ല, ഇത് കൂടാതെ വേറെ എൻസൈം ഉണ്ട്. പക്ഷെ ഈ ഒരു എൻസൈമിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാന്റ് ആക്ച്വലി കൊണ്ടുവരുന്നത്. അങ്ങനെ ഇത് E3 ഇപ്പോൾ ഒരു ബയോ E3 പോളിസി പുതിയതായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ബയോ E3 പോളിസി പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ബയോടെക്നോളജി യൂസ് ചെയ്ത് ഇതേ കണക്കത്തെ പ്രൊഡക്ഷൻ കമ്പനീസ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് ഫസ്റ്റ് പ്ലാന്റ് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം മനേഷർ, ഹരിയാനയാണ്. ഹരിയാനയിലെ മനേഷർ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഒരു പ്ലാന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് UP-ലെ മധുര, ബട്ടിണ്ട, പാനിപ്പട്ടിലൊക്കെ ഈ ഒരു ഇൻഡസ്ട്രി കൊണ്ടുവരാനായിട്ട് പിന്നീട് അവർ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വരുന്ന സ്ഥലമാണ് ഹരിയാനയിലെ മനേഷറിൽ. പിന്നീട് ഇവിടെ ഒരു പാനിപ്പട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞു 2002 ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന ഒരു എപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് പാനിപ്പട്ടിലുണ്ട്. അപ്പൊ ആ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്യൂവൽസ് മാറ്റി പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ഫ്യൂവൽസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പാനിപ്പട്ടിലും നമ്മൾ ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഈ ബയോ E3 പോളിസി പ്രകാരമാണ്. അതും നല്ല രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നല്ലൊരു കറണ്ട് അഫയർ ആണ്. റീസെന്റ് ന്യൂസിലൊക്കെ നിങ്ങൾക്ക് ഇനി ഇത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചിരിക്കാം. ദെൻ ഇതേ കണക്ക് തന്നെ ഒരു 8 നമ്മുടെ ഇന്ത്യയിലെ 8 സ്ഥലങ്ങളെ അല്ലെ 8 സ്റ്റേറ്റ്സിനെ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഫ്രീ സോൺസ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. കർണാടക, തമിഴ്നാട്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് തെലങ്കാന. ഈ 8 സ്ഥലങ്ങളെയും ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഫ്രീ സോൺ ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ IMD ഇന്റർനാഷണൽ മെട്രോളജിക്കൽ
ഓർഗനൈസേഷൻ എന്ന് പറയുന്നവർ ഡിപ്പാർട്ട്മെന്റ് പറയാണ് അവരുടെ ഒരു എന്താണ് കാൽക്കുലേഷൻ ആണ് സെപ്റ്റംബറിൽ, ഇതിപ്പോ സെപ്റ്റംബർ 1 ആയിട്ടില്ലേ, സെപ്റ്റംബറിൽ ലാനിന എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒക്കർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ആണ്. നോർത്ത് ഇന്ത്യയിൽ എന്ത് വരും എന്നാണ് ഏറ്റവും കൂടുതൽ മഴ, ഭയങ്കര ഹെവി റെയിൻഫോൾ ആണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഹെവി റെയിൻഫോൾ ആണ്, ബട്ട് ഈ ഹെവി റെയിൻഫോളിനേക്കാളും 9% മോർ ആയിട്ട് റെയിൻഫോൾ ഉണ്ടാകും എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ ഇപ്പൊ ഗുജറാത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ സൈക്ലോൺ സ്റ്റോം ആണ് അല്ലെ. സൈക്ലോൺ സ്റ്റോമിന്റെ പേരെന്താണ്? ഇപ്പൊ ഗുജറാത്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്ലോൺ സ്റ്റോമിന്റെ പേര് അസ്ന അല്ലെ. പാകിസ്ഥാനിനും ഗുജറാത്തിനുമാണ് അത് ബാധിക്കുന്നത്. പാകിസ്ഥാനാണ് ഈ അസ്ന എന്നുള്ള പേര് കൊടുത്തത്. സെപ്റ്റംബർ 2 അത് ഇല്ലാതാവുന്ന പറഞ്ഞ ഈ അസ്നയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1976 ശേഷം അറേബ്യൻ സീയിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് സൈക്ലോണിക് സ്റ്റോം ആണ്. സൈക്ലോൺ അല്ല, സൈക്ലോണിക് സ്റ്റോം ആണ്, കാറ്റാണ് ആക്ച്വലി ഇത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിട്ട് അറേബ്യൻ സീലാണ് ഇത് വരുന്നത്. ഇതിന് ഇന്ത്യയിൽ ബാധിക്കുന്ന ഗുജറാത്തിനെയും പിന്നെ ഇത് പാകിസ്ഥാനെയുമാണ് ബാധിക്കുന്നത്. പാകിസ്ഥാനാണ് ഇതിന് ഈ ഒരു നെയിം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ന്യൂസസിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഇന്നലെ മെന്നത്തെ ന്യൂസസിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് പറഞ്ഞു പോയതാണ്. ദെൻ നെക്സ്റ്റ് ന്യൂസ് വരുന്നത് നമുക്ക് സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സ് ന്യൂസിലെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബംഗളൂരിൽ നടന്ന ഒരു ഇവന്റ് ആണിത്. IBSFന്റെ Under-21 മെൻസ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആണ്. അതില് ഇത് വേൾഡിന്റെ ചാമ്പ്യൻഷിപ്പ് ആണ് കേട്ടോ, ഇത് ഇന്ത്യൻ അല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബംഗളൂരിലാണ് ഇത് നടന്നത്. ഇതിൽ വിന്നർ ആയത് മൈക്കിൾ സുബർസിക് ആണ്. മൈക്കിൾ സുബർസിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ IBSFന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ ആണ്. ആദ്യമായിട്ടാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി അതിന്റെ ചാമ്പ്യൻ ആയിട്ട് മാറുന്നത്. ഇദ്ദേഹം ഒരു പോളണ്ടുകാരാണ്. ഇദ്ദേഹം തോൽപ്പിച്ചത് ജർമ്മനിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് ഓർത്തിരിക്കുക. പിന്നെ ഇത് വേൾഡിന്റെ ആയതുകൊണ്ടും നമ്മുടെ ബംഗളൂരിൽ വെച്ച് നടന്നതുകൊണ്ടും നമ്മൾ ഇതൊന്ന് ഓർത്തിരിക്കുക. IBSFന്റെ വേൾഡ് Under-29 മെൻസ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ മൈക്കിൾ സുബാർസിക് വിന്നർ ആയത്. അത് പോളണ്ടുകാരനാണ് അദ്ദേഹം. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ദെൻ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ റുബീന ഫ്രാൻസിസ് ആണ്. റുബീന ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പാരീസിലെ പാരാലിമ്പിക്സ് 2024 നടക്കാണ്. അതില് ഇന്ത്യക്ക് 4ാമത്തെ മെഡൽ നേട്ടം കൈവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ 4ാമത്തെ മെഡലാണ്. അത് കൈവരിച്ച വ്യക്തിയാണ് റുബീന ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അത് 10 മീറ്റർ വുമൻസ് എയർ പിസ്റ്റലിലാണ് ഈ ഒരു നേട്ടം അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് ഡ്യൂറൻ കപ്പിനെ പറ്റി. ഡ്യൂറൻ കപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡ്യൂറൻ കപ്പ് എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഫുട്ബോളായിട്ട്. അപ്പൊ ഡ്യൂറൻ കപ്പ് നമ്മുടെ മോഹൻ ബഗാനെ തോൽപ്പിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സ്വന്തമാക്കിയിട്ടുണ്ട്. ഡ്യൂറൻ കപ്പിന്റെ 131ാമത്തെ എഡിഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ഡ്യൂറൻ കപ്പിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏഷ്യയുടെ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഈ വർഷം അതിന്റെ ലാസ്റ്റ് വെന്യൂ എന്ന് പറയുന്നത് കൊൽക്കട്ടയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ആയിരുന്നു. ഇതിൽ ഗോൾഡൻ ഗോവ്സ് കരസ്ഥമാക്കിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ ഗുർമീത് സിംഗിനും ഗോൾഡൻ ബോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ ജിതിൻ MS-നുമാണ്. ദെൻ ഗോൾഡൻ ബൂട്ട് കിട്ടിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് നാവ് സധോയിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്ര ആയപ്പോഴത്തേക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു കറണ്ട് അഫയർ ആയിട്ട് വരുന്നവരെ ബൈ.